ഇന്ന് എന്താ നമ്മുടെ പ്ലാന്? നമ്മൾ ഇന്ന് കുറച്ച് ഔട്ടിങ്ങിന് പോവാം. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്? നമുക്ക് കുറച്ച് ഷോപ്പിംഗ് സെന്റേഴ്സിൽ പോകണം, കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേറെ ചെറിയ ചെറിയ കടകളിൽ പോകണം, പിന്നെ കുറച്ച് ഫുഡ് സ്പോട്സ് നമ്മൾ കവർ ചെയ്യാൻ പോവാം. വാ ഗ്രേറ്റ്. രാവിലെ ഉണ്ടായിരിക്കും, നല്ല തണുപ്പുണ്ട് അല്ലേ? ചെറിയൊരു തണുപ്പുണ്ട് രാവിലെ, എങ്കിലും നല്ല സുഖമുണ്ട്. ഓക്കെ, അതുകൊണ്ട് അപ്പൊ എങ്ങനെ, ആരാ ഡ്രൈവ് ചെയ്യുന്നത്? ഞാനായിരിക്കും ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഓ ഗ്രേറ്റ്. ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഇന്നൊരു പകല് മൊത്തം ജോനയുമായിട്ട് നമ്മള് കാലിഫോർണിയയിലെ പല സ്ഥലങ്ങൾ കാണാനായിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ കാലിഫോർണിയയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഞങ്ങൾ തുടങ്ങിയതാണ്. ഒത്തിരി ഷോപ്പിലൊക്കെ കയറി കുറേ പർച്ചേസൊക്കെ നടത്തി. പുറത്ത് തണുപ്പുണ്ടെങ്കിലും നല്ല ഒരു സുഖമുണ്ട്. ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്, അത്ര വലിയ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. നല്ല സുഖമുള്ളൊരു കാലാവസ്ഥയാണ് ഇവിടെ. പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ ചെടികളും പൂക്കളും ഒക്കെ കാണാൻ മനോഹരമാണ്. ചെറുതായിട്ടൊരു വിശപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് വന്നപ്പോൾ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കണ്ടു, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, അഞ്ചപ്പാർ ചെട്ടിനാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ കയറി എന്തെങ്കിലും ഒന്ന് കഴിച്ച് കുറച്ച് എനർജിയൊക്കെ ആയിട്ട് ബാക്കി സ്ഥലങ്ങൾ കാണാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളോടൊപ്പം ജോനയുണ്ട്. ജോന ഇവിടെ താമസിക്കുന്ന ആളാണ് വർഷങ്ങളായിട്ട്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് തീർച്ചയായിട്ടും അറിയാം. ജോന നല്ല അഞ്ചപ്പാറ എൻ്റെ ഫേവറേറ്റ് റെസ്റ്റോറൻ്റ് ആണ്. ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ടൈമിന് ഞാൻ ഇവിടെയാണ് കഴിക്കാൻ വരുന്നത്. കുറച്ച് ഡിലിഷ്യസ് ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടണമെങ്കിൽ അഞ്ചപ്പാറയിൽ വന്നാൽ നല്ല കടയാണ്. അപ്പം നമുക്ക് ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം കുറച്ച് ഡിഷസ്. കാലിഫോർണിയയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് അവിടുത്തെ കാലാവസ്ഥയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയോ? വന്ന സമയം ഇപ്പം തണുപ്പ് കൂടുതലായിരുന്നു, നല്ല പുഴ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വരുന്നു. ഞങ്ങൾ ശരിക്കും കാലിഫോർണിയ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. അതായത് നമ്മുടെ കേരളത്തോട് ഒത്തിരി സാമ്യമുണ്ട് ഇവിടെ. നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ നല്ല പച്ചിപ്പും മലകളും മരങ്ങളും ഒക്കെയുള്ള നല്ല മനോഹരമായൊരു സ്ഥലമാണ് കാലിഫോർണിയ. ഞാൻ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. ഞാനും പൊറോട്ടയും ചിക്കൻ കറിയാണ് ഓർഡർ ചെയ്യുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ചിക്കൻ കറി ഞാൻ കുറച്ച് വലുതായിട്ട് പ്ലേറ്റിൽ നിന്ന് അടിച്ചു മാറ്റാൻ പോവാം. മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാം. അവിടെ ചെന്നിട്ട് കൂടുതൽ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ. ഓക്കെ, നമ്മളിപ്പം വേറൊരു സ്ഥലത്തെത്തി, ഡോളർ ട്രീ. അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. നമുക്കിത് ഇങ്ങനെ കാണുമ്പോൾ ഇതെല്ലാം നമുക്കങ്ങ് വാങ്ങണമെന്ന് തോന്നും. അത്ര ഭംഗിയായിട്ടാണ് എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു ക്യൂട്ട് ഡെസേർട്ട് പ്ലേസിലാണ്, ഏഷ്യനായിട്ടുള്ള ഒരു ക്യൂട്ട് ഡെസേർട്ട് പ്ലേസിലാണ്. അതുകൊണ്ട് നമുക്കത് പോയി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ഐസ്ക്രീം ഓപ്ഷൻസ്. നമുക്ക് ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്, നമ്മൾ പോയി എടുത്തിട്ട് വരാം.
നല്ല ബ്യൂട്ടിഫുള്ളി ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഷോപ്പിൻ്റെ പേരാണ്. ഇതെല്ലാം ഇതിൻ്റെ അടിയിലോട്ട് ഫുള്ള് ഐസാണല്ലേ? ഫുൾ ഐസാണ്. അപ്പോൾ ഇനി ഇത് ടേസ്റ്റ് ചെയ്തിട്ട് വന്ന് ബാക്കി പറയാം. ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റ്. നമ്മുടെ കോഫിയുടെ നല്ല ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. ഇത് ഫുള്ള് ലൈക്ക് ഷേവ്ഡ് ആയിട്ടുള്ള ഐസ്ക്രീമാണ്. ബ്രൗണിയും ചോക്ലേറ്റും വിപ്പ് ക്രീമും എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു ചോക്ലേറ്റ് ഐസ്ക്രീം ടേസ്റ്റ് പോലെയാണ്. നമ്മൾ കഴിച്ച് ഇതിൻ്റെ അടിയിലോട്ട് വരുമ്പോഴാണ് ഈ ചോക്ലേറ്റ് ഉണ്ട്. നമ്മൾ കുറേ ഷോപ്പിംഗ് ചെയ്തു, നല്ല ഫുഡ് കഴിച്ചു, ഐസ്ക്രീം കഴിച്ചു. എനിക്ക് തോന്നുന്നു ചെറുതായിട്ട് തണുപ്പ് തുടങ്ങുന്നുണ്ട് പുറത്ത്. ഈവനിങ് ടൈം ആയി, ഇപ്പം 4 മണി കഴിഞ്ഞു. നല്ല സുഖമുള്ള കാറ്റ്, നല്ല തണുപ്പുണ്ട് പുറത്ത്. നമുക്ക് ഷോപ്പിങ്ങിന് പോയാലോ? മോളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു മോളും കൂടെ കണ്ടിട്ട് തിരിച്ചു പോവാം. ഓക്കെ ഓക്കെ, മോളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇനി ബാക്കി ഷോപ്പിംഗ് കൂടെ ഉണ്ട്. അത് നമുക്ക് ഓക്രിഡ്ജ് മോളിൽ ഇച്ചിരി നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ പോയിക്കൊണ്ടിരിക്കുക. വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ റോഡ് ക്രോസ് ചെയ്യാനായിട്ട്. വണ്ടികളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഇവിടെ. അത് നമുക്ക് പെഡസ്ട്രിയൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ കൂടെ ഇന്ന് വേറെ ചിലരും ഒക്കെ വന്നിട്ടുണ്ട്, അവരെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതെൻ്റെ സിസ്റ്ററാണ് അമൃത. നമ്മളിനി മോളിൻ്റെ അകത്തോട്ട് കയറുകയാണ്. ആൾക്കാരൊക്കെ പല വിധത്തിലിവിടെ ബിസിയാണ്. ആരും മറ്റുള്ളവരെ ശ്രദ്ധിക്കുക ഒന്നും ചെയ്യുന്നില്ല, അവരവരുടെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ പോവുകയാണ്. അപ്പം ഞങ്ങളും ഇങ്ങനെ കുറച്ച് ഷോപ്പിങ്ങും കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ പരീക്ഷിക്കും. പെർഫ്യൂംസിൻ്റെ കളക്ഷൻ ഉണ്ട് ഇവിടെ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം സ്മെല്ല്. താങ്ക് യു. ഞങ്ങൾ രാവിലെ മുതൽ ഓരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഒത്തിരി ടയേർഡായിട്ടുണ്ട്. എങ്കിലും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലിങ്ങനെ ഓരോ കടകളിലിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന മസാജിങ് ചെയറാണ്. ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് ഓപ്ഷനാണ്. പിന്നെ നമുക്ക് മുന്നോട്ട് പോകാം, ബാക്കിയുള്ള കടകളൊക്കെ നോക്കാം നമുക്ക്. ആൻഡ് ടീയിലെ ബോബ കഴിക്കാൻ വന്നതാണ്. ഇത് സ്പെഷ്യലായതുകൊണ്ട്. ബോബ ഫ്യൂഷൻ. സൂപ്പർ ഡ്രിങ്കാണ്. അതിനകത്ത് പോപ്പിംഗ്, സ്ട്രോബെറി പോപ്പിങ്സ്, പിന്നെ ലിച്ചിയുടെ ജെല്ലി ആഡ് ചെയ്തിട്ടുണ്ട്. കൊള്ളാമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ കുടിക്കാൻ പോവുക. ലെറ്റ് മീ ട്രൈ. സൂപ്പർ. യു വാണ്ട് ടു ട്രൈ? നമ്മുടെ ഇന്നത്തെ ഒരു ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു ഡേ ആയിരുന്നു. ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഷോപ്പിങ്ങും ഫുഡ് കഴിക്കുന്നതും എല്ലാം ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് എല്ലാം എൻജോയ് ചെയ്തു ഓരോ കാര്യങ്ങളും ചെയ്തു. ഞാനിന്ന് ഒത്തിരി എൻജോയ് ചെയ്തു. ഇന്നൊരു ദിവസം മൊത്തം ജോയന ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു. ഞങ്ങളെ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയി. കുറേ ടയേർഡായി, രാവിലെ നമ്മൾ ഇറങ്ങിയതാണ്, ഇപ്പോൾ രാത്രിയായി. ഒത്തിരി ടയേർഡായെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ട് വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. ഇനി ഒരു അല്പം ഷോപ്പിംഗ് കൂടി ചെയ്യാനുണ്ട്. ഇവിടെ പൊതുവേ ഷോപ്സ് എല്ലാം വളരെ നേരത്തെ തന്നെ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഹറിയായിട്ട് കുറച്ച് ഷോപ്പിങ്ങും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഒത്തിരി കാര്യങ്ങൾ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ കടയിൽ. പിന്നെ നമുക്ക് എന്ത് കാര്യങ്ങളും ഇവിടെ ഈ മോളിൽ കിട്ടും.
പല സ്ഥലങ്ങളിലായിട്ട് പോകണ്ടേ, എല്ലാ കടകളിലും ഈ മോളിനകത്ത് ഉണ്ട്. അതുകൊണ്ട് ഇത് നല്ല മോളാണ്. Nice to meet you. No, I know, but they're... അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഞങ്ങൾ മേടിച്ച സാധനങ്ങളെല്ലാം. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, റിലാക്സ്ഡ് ആണ്. ഇനി നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം.